ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മരുന്നിനും മറ്റും പണം കണ്ടെത്താൻ വീടിന്റെ മുൻഭാഗം വാടകയ്ക്ക് കൊടുക്കാനുള്ള ആലോചനയില്ല. അതാകുമ്പം മാസാമാസം കിട്ടുന്നത് കൊണ്ട് വലിയ പരിക്കില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതൊരു നല്ല കാര്യമാ. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നൊരു കൂട്ടര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഞാനിങ്ങ് കുറച്ച് നേരത്തെ വന്നത്. പക്ഷേ അവരെ ഇതുവരെ കണ്ടില്ല. ആ മോളെ, വീട് നോക്കാൻ വരാമെന്ന് പറഞ്ഞവര് വന്നെന്ന് തോന്നുന്നു. ഒരു ഓട്ടോയുടെ ശബ്ദം കേട്ടു. ഞാൻ പോയി നോക്കിട്ട് വരാച്ചാ. അച്ഛനെ, ഇതാ വീട്. ആ ബിജു പറഞ്ഞോ. ഇവിടെ ആരുമില്ലേ? ലക്ഷ്മണൻ പിള്ളേ, എല്ലാം ശരിയാവുന്നേ. നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. എന്നാ പിന്നെ ഞങ്ങളും ഇറങ്ങുക. ഇടയ്ക്ക് ഇതുവഴി പോകുമ്പോ ഒന്ന് കേറണം. ഈ വീട് ഒരിക്കലും ഒരു അന്യ വീടായി കരുതരുത്. സത്യമേ പോലുള്ളവർ വരുന്നത് ഞങ്ങൾക്കൊരു സന്തോഷം തന്നെയാ. എന്നാ പിന്നെ വരട്ടെ. ദേ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണേ. ആ, കഴിക്കാം. ശരിയെന്ന്. വാ പൊന്നി. ശരി. ആ ശരി, പോകാം. ചേട്ടാ, ഞാൻ അവരെ ആക്കിയിട്ട് വരാം. അതെ, ഈ വീടിന്റെ അടുത്ത കരിങ്കല്ല് കൊണ്ടാണോ അതോ ബെൽറ്റ് വറുത്താണോ? അതെ, ഞങ്ങള് പറഞ്ഞത് വീട് വാടകയ്ക്കെന്നാണ്, അല്ലാതെ വിൽപ്പനയ്ക്കെന്നല്ല. ആഹാ, അങ്ങനെയാ അച്ഛനെ. ഞാൻ വിളിക്കാം. വീട് നോക്കുന്നത് എനിക്കല്ല, ആശാനാ. വിഷ്ണുവേട്ടനോ? അയ്യോ, സത്യമ്മ. അച്ഛനെ, ഞാനൊന്ന് പറയല്ലേ. ഇതാണോ നിങ്ങളുടെ പുതിയ വാടകക്കാര്? വാടക അഡ്വാൻസ് ഒക്കെ കൃത്യമായിട്ട് മേടിച്ചോണം. ഓട്ടോ ഒക്കെ തീരെ കുറവുള്ള സമയമാ. താമസം തുടങ്ങി കഴിഞ്ഞിട്ടേ പെട്ടെന്ന് ഇറക്കി വിടാനും പറ്റത്തില്ലല്ലോ. പിന്നെ ഇതിനു മുൻപ് എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടെന്നും ചോദിച്ചോണേ. അവിടെ വാടക കുടിശ്ശിക വരുത്തിയിട്ട് ഇറക്കി വിട്ടതാണോന്നും നമുക്കറിയില്ലല്ലോ. പാവണ്ണി, ഇവൻ ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണമില്ല. നശിക്കാനായിട്ട് സ്വയം ഇറങ്ങി പുറപ്പെട്ടാ അതിനെ പിന്നെ തടയാൻ പറ്റില്ലല്ലോ.